Hello my dear friends, സുഖമല്ലേ എല്ലാവർക്കും. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് നമ്മൾ ചെയ്തിരുന്ന ഒരു വീഡിയോനെ ആസ്പദമാക്കി തന്നെ ഉള്ളതാണ്. ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് കറുത്ത പാടുകൾ അകറ്റാനും മൂക്കുരുവൊക്കെ അകറ്റാനായിട്ടും വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു രീതിയെ കുറിച്ചാണ്. അതും നമ്മളുടെ ആയുർവേദ റെമഡി ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിനകത്ത് കുറേ പേര് ഡൗട്ട് ചോദിച്ചതൊരു ഒരു കാര്യം എന്ന് വെച്ചാൽ ഏലാദി ചൂർണം നമ്മളതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു സ്കിൻ വൈറ്റനിങ്ങിന് വളരെ നല്ലതാണ് ഏലാദി ചൂർണം എന്നുള്ളത്. അപ്പോൾ ഒട്ടേറെ പേർക്ക് കുറച്ച് സംശയങ്ങളുണ്ടായി. അപ്പോൾ എന്താണ് എങ്ങനെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ആരോഗ്യപരമായി ഒട്ടേറെ ഗുണങ്ങളുള്ളതും പാർശ്വഫലങ്ങളില്ലാത്തതുമായ ഒന്നാണ് ഏലാദി ചൂർണം. ദഹന പ്രശ്നങ്ങൾക്കും അലർജി, കോൾഡ് ഇവയ്ക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ചിലതരം നമുക്ക് ഷുഗർ പേഷ്യൻസിനൊക്കെ ഇത് മരുന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് സ്കിന്നിൽ ഇതിനെ എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ ഫലപ്രദമായ രീതിയിൽ റിസൾട്ട് കിട്ടാം എന്നൊക്കെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾ മഞ്ഞളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് മടിയായിരിക്കും. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലുള്ള രോമങ്ങളൊക്കെ പൊഴിഞ്ഞു പോകുക എന്നുള്ളതാണ്. അപ്പോൾ പുരുഷന്മാർക്ക് എന്തായാലും ഒരുപോലെ തന്നെ സ്ത്രീകളെ പോലെ തന്നെ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടും സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഒട്ടേറെ ഔഷധങ്ങൾ ഒന്നിച്ചു ചേർന്നതാണ് ഏലാദി ചൂർണം. സ്പെഷ്യലി ഏലം, ചിറ്റേലം, ജടാമഞ്ചി, ദേവദാരം, നാഗപ്പൂവ്, കച്ചോലക്കിഴങ്ങ്, മുത്തുച്ചിപ്പി, ജാതിക്ക, കുങ്കുമം, നാഗപ്പൂവ് തുടങ്ങി 29ഓളം ഔഷധങ്ങളാണ് ഇതിൽ ചേർന്നിരിക്കുന്നത്. ഏലാദി ഗണം നാഗാർജുനയിൽ ലഭിക്കും. അതുപോലെ തന്നെ വൈദ്യരത്നം ഷോപ്പുകളിൽ ചെറിയ പാക്കിന് 20 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിറം നന്നായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ സ്കിന്നിലുള്ള ചൊറി പോലുള്ള പ്രശ്നങ്ങൾ, ചിരങ്ങുകൾക്ക് ഇവയ്ക്കൊക്കെ ചില സ്കിൻ പ്രോബ്ലംസിനൊക്കെ മാറ്റാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നിൻ്റെ ഒരു ഒന്നാമതൊരു റെമഡിയാണ് കേട്ടോ. ഡെഡ് സ്കിന്നൊക്കെ നമ്മുടെ സ്കിന്നിന് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ചർമ്മത്തിൻ്റെ സ്വാഭാവിക നിറം ലഭിക്കാനായിട്ട് ഇത് സഹായിക്കും. നന്നായിട്ട് സൺബേണൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ നിറം നന്നായിട്ട് പോകും. നമ്മൾ പറയാറുണ്ട് എനിക്ക് നല്ല നിറം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നന്നായിട്ട് വെയിലൊക്കെ കൊണ്ടു അല്ലെന്നുണ്ടെങ്കിൽ അടുക്കളയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ത്രൂ ഔട്ട് പാചകമൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ സ്കിന്നിലെ നിറം നന്നായിട്ട് മങ്ങാനായിട്ട് കാരണമാകും. അപ്പോൾ നമ്മളുടെ ചർമ്മത്തിലെ സ്വാഭാവിക നിറം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾക്കാണ് സ്കിൻ ഇഷ്യൂസിനാണ് നമ്മളിത് ഉപയോഗിക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിനടിയിലെ കരുവാളിപ്പിന് ഉപയോഗിക്കാം, മുഖത്തെ ചുളിവുകൾക്ക് നമ്മൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മുഖത്തെ കറുത്ത പാടുകൾ, ചിലർക്ക് നന്നായിട്ട് ഒരു ഏരിയയിൽ തന്നെ കറുത്ത പാടുകൾ ഉണ്ടാവും. ചില ആൾക്കാർക്ക് സ്കിന്നിൽ ചില പർട്ടിക്കുലർ ഏരിയാസിൽ മാത്രം കുത്തുകുത്തുകൾ പോലെയൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ നന്നായിട്ട് മാറ്റും. പിഗ്മെൻറ്റേഷൻസ് അകറ്റാൻ സഹായിക്കും, ടാൻ മാറ്റാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ചില കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും നമ്മളുടെ കൊതുകൊക്കെ കടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു കറുത്ത പാടായിട്ട് കിടക്കും. കാലിലും കയ്യിലും ഫേസിലൊക്കെ നമുക്കത് അറിയാനും പറ്റും. അപ്പോൾ അങ്ങനത്തെ പാടുകളൊക്കെ പൂർണ്ണമായിട്ട് മാറാൻ സഹായിക്കും. അതുകൂടാതെ തന്നെ ചിലന്തിയോ മറ്റെന്തെങ്കിലും വിഷജന്തുക്കളൊക്കെ കടിച്ചിട്ട് ആ പാട് മാറാണ്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏലാദി ചൂർണം അത് പൂർണ്ണമായി മാറാനായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് കഴുത്തിനടിയിലും കണ്ണടിയിലും ഒക്കെ ഒരു കറുത്ത പാടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ നന്നായിട്ട് മാറും പ്രഗ്നൻ്റ് ആവുന്ന സമയത്തും. അത് ഡെലിവറി കഴിഞ്ഞിട്ടും ചില ആൾക്കാർക്ക് കഴുത്തിനടിയിലും ഫേസിലൊക്കെ ഒരു കരുവാളിപ്പ് പോലെ ഫീൽ ചെയ്യും. അതായത് ഹോർമോൺ വ്യതിയാനം കൊണ്ട് തന്നെ അതൊക്കെ മാറാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ അണ്ടർആംസിലെ ഡാർക്ക്നെസ് മാറാനായിട്ട് സഹായിക്കും. നമ്മളുടെ കാലുകളുടെ ഇടഭാഗത്തുള്ള കറുപ്പ് ചില സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടാവാറുണ്ട്. സ്ത്രീകൾക്കാണ് കൂടുതലും. കുറച്ച് നമ്മൾ നന്നായിട്ട് വെയിറ്റൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും കാലുകളുടെ ഇടഭാഗത്ത് നന്നായിട്ട് കറുത്ത പോലെ പാടുകൾ വരും. അതൊക്കെ മാറാനായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് നോർമൽ നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഡ്രൈ സ്കിന്ന് മാറാനായിട്ടും അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടും സ്കിൻ കെയറിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് സ്കിന്നിൽ ഇഷ്യൂസ് ഒന്നും ഇല്ല, എന്നാൽ നമുക്ക് സ്കിൻ കെയറിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമുക്കിത് ഉപയോഗിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം.
ചില സ്ഥലങ്ങളിൽ ഇതിന് ഏലാതി ചൂർണ്ണമെന്നും ചിലത് ഏലാതി പൊടിയാണോ എന്നൊക്കെ ചോദിക്കും. രണ്ടും ഈക്വലാണ് കേട്ടോ, രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ നമുക്കിത് ആദ്യമായിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ നീക്കം ചെയ്യാമെന്നുള്ളത് നോക്കാം. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒന്ന് സ്റ്റീം കൊടുക്കുക. സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ കുറച്ചൊരു പിടി തുളസിയില ഇടാം, ആര്യവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ അതിടാം. ഇനി നാരങ്ങയുടെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ടിട്ടാണെങ്കിലും നമുക്ക് സ്റ്റീം ചെയ്യാം. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലാച്ചാൽ പ്ലെയിൻ വാട്ടറിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒന്ന് സ്റ്റീം എടുക്കുക. റോസ് വാട്ടറും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതിന് ശേഷം നമ്മൾ ഒരു സ്പൂണ് നമ്മളുടെ ഏലാതി ചൂർണ്ണം എടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരല്പം അരി പൊടിച്ചതും ഒരല്പം ഷുഗറും കൂടെ മിക്സ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം റോസ് വാട്ടർ ഉപയോഗിക്കാം. ഇനി റോസ് വാട്ടർ ഇല്ലാച്ചാൽ നമുക്ക് നോർമൽ വാട്ടറിലാണെന്നുണ്ടെങ്കിലും ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒത്തിരി വെള്ളമായിട്ട് പോവരുത്, ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ എടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് നമ്മളുടെ ഫേസിലും കഴുത്തിലും ചെറിയൊരു മസാജ് കൊടുക്കുക. 5 മിനിറ്റ് മസാജ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സും അതുപോലെ ഡെഡ് സ്കിന്നും മാറാനായിട്ട് സഹായിക്കും. ആഴ്ചയിൽ ഒരു ദിവസം ഈ രീതി ഫോളോ ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ കെയർ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ട് ഏലാതി ചൂർണ്ണത്തിലേക്ക് നമുക്ക് പാൽപ്പൊടി മിക്സ് ചെയ്തതിന് ശേഷം വാട്ടറും കൂടെ ചേർത്തിട്ട് നമുക്ക് ഫേസിലും നമ്മളുടെ ബോഡിയിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡ്രൈ സ്കിന്ന് മാറാനായിട്ട് വളരെയധികം ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് റോസ് വാട്ടറോ നമ്മളുടെ സാധാ വെള്ളമോ ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് പാലോ തൈരോ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫേസിലും ബോഡിയിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഏലാതി ചൂർണ്ണം ദേഹം മുഴുവൻ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വെറും വെള്ളം മാത്രം ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിലും നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നല്ല ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ദേഹം മുഴുവൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാല് യോജിപ്പിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. പാലിലോ ഇത് ചേർത്ത് മുഖത്തിടാം കേട്ടോ. അതുപോലെ തന്നെ ഇത് നമ്മുടെ മുഖകോശങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് ഒരു ഈർപ്പം നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കും. ജസ്റ്റ് ആദ്യം ഒരു 2 മിനിറ്റ്സ് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ ദേഹം മുഴുവൻ അപ്ലൈ ചെയ്ത് വെക്കുക. അതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം നമ്മൾ ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ നല്ല ഫുൾ ബോഡി സ്കിൻ വൈറ്റനിങ്ങിനായിട്ട് നല്ലതാണ്. ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഇത് ഓറഞ്ച് നീരിലോ മോരിലോ നമ്മളുടെ ഫേസിൽ പുരട്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഇടയ്ക്ക് നമുക്ക് ലെമൺ ചേർത്തിട്ടും റോസ് വാട്ടറും ഉൾപ്പെടെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനും ഓയിലി സ്കിൻ ഉള്ളവർക്ക് സ്കിന്ന് നമുക്ക് കെയറിന് വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും. പിഗ്മെൻറ്റേഷൻ ഉള്ള സ്കിന്നിൽ ഇത് മോരിലോ തൈരിലോ ചേർത്ത് പുരട്ടാവുന്നതാണ്. ഇത് ചെയ്യേണ്ട സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ചെയ്യാനായിട്ട് നോക്കുക. അതായത് വെയിൽ ആറിന് ശേഷം ചെയ്യാനായിട്ട് നോക്കുക. 1 മിനിറ്റെങ്കിലും ആവി പിടിച്ചതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ആവി പിടിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് അതൊന്ന് തുടച്ച് കളയുക, പതിയെ ഒന്ന് വൈപ്പ് ചെയ്യുക. അതിന് ശേഷം ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. ജസ്റ്റ് നമ്മൾ ഉണങ്ങി വരുന്ന ആ ഭാഗത്തിൽ നമ്മൾ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അതുപോലെ തന്നെ ബെസ്റ്റ് റിസൾട്ടിന് 3 ആഴ്ചയെങ്കിലും തുടർച്ചയായിട്ട് ഇത് ഉപയോഗിക്കണം. അതിനുശേഷം ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള രീതിയിൽ ചുരുക്കി കൊണ്ടുവരാം. അപ്പോൾ തന്നെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഏലാതി വെളിച്ചെണ്ണ കിട്ടും, അത് നന്നായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ബാത്തിങ് പൗഡറിൽ ഏലാതി ചൂർണ്ണം കൂടെ ചേർത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് ചെറുപയർ പൊടിയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ചേർത്തിട്ട് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മൾക്ക് തേനിലും പാലിലും ചാലിച്ച് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം. കയ്യിലും കാലിലൊക്കെ ഡ്രൈനെസ് ഉള്ള ആൾക്കാർക്ക് തേനും പാലും കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് ഒന്ന് വാഷ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് ഡ്രൈ ആയിട്ട് തോന്നും. ജസ്റ്റ് നമ്മളൊരു അലോവേര ജെല്ലോ അല്ലെന്നുണ്ടെങ്കിൽ ഏലാതി വെളിച്ചെണ്ണ ഒരു 1-2 ഡ്രോപ്സ് എടുത്തിട്ട് തേക്കാം. ഓയിലി സ്കിന്നുള്ളവർ ഓയിൽ എന്തായാലും യൂസ് ചെയ്ത് ഫേസിൽ ഉപയോഗിച്ച് വെക്കരുത് കേട്ടോ. ഓയിലുള്ള ആൾക്കാർക്ക് അലോവേര ജെല്ല് തന്നെ മതി. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കുക. അത് നമ്മൾ ജസ്റ്റ് ആദ്യം നമ്മൾ വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം ഒന്ന് റോസ് വാട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒന്ന് ടോൺ ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ എപ്പോഴും പറയാറുണ്ട്, ജസ്റ്റ് ടോൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ റിസൾട്ട് ലാസ്റ്റ് ചെയ്യാനായിട്ടും സ്കിൻ കെയറിന് വേണ്ടിയിട്ടും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്കിത് ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ടും ചെയ്യുന്ന രീതി ഞാൻ മുൻപത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ പിമ്പിൾസും അത് റിലേറ്റഡ് ആയിട്ടുള്ള പാടുകളും കറുത്ത പാടുകളും കുത്തും ഒക്കെ മാറാനായിട്ട് ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ് അത്. സ്കിൻ കെയറിന് വളരെ നല്ലതാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെയധികം എഫക്റ്റീവായ റിസൾട്ട് നൽകിയ ഒന്നാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.
ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ റിസൾട്ട് പറയുക. അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ വയറിലെ സ്ട്രെച്ച് മാർക്സ് മാറാനായിട്ട് നല്ലതാണ് കേട്ടോ. ഞാനത് ഉപയോഗിച്ചിട്ട് എനിക്ക് വളരെ റിസൾട്ട് കിട്ടി. ഞാനിത് അലോവേര ജെല്ലിൻ്റെ കൂടെയാണ്, നമ്മളുടെ നാച്ചുറലായിട്ട് അലോവേര ജെല്ലിൻ്റെ കൂടെയാണ് എലാദി ചൂർണം മിക്സ് ചെയ്ത് ഉപയോഗിച്ചത്. വളരെ റിസൾട്ട് എനിക്ക് കിട്ടിയതാണ്. സ്ട്രെച്ച് മാർക്സ് നല്ല ഡാർക്ക്നെസ് ആണെങ്കിൽ പോലും നമ്മളുടെ അലോവേര ജെല്ല്, നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെല്ല്, അതിൻ്റെ കൂടെ അതിൻ്റെ അകത്തുള്ള ആ ഒരു തിക്കായിട്ടുള്ള ആ ഒരു ഫ്ലഷ് മാത്രം നമ്മൾ എടുക്കുക. അതിലേക്ക് എലാദി ചൂർണവും അതുപോലെ തന്നെ ഒരു ഹാഫ് പൊട്ടാറ്റോ, നമ്മൾ ഉരുളക്കിഴങ്ങ് അതിൻ്റെ അരച്ചിട്ട് പേസ്റ്റാക്കിയോടെ മിക്സ് ചെയ്തിട്ട് പുരട്ടി നോക്കുക. വളരെ ഫാസ്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതുപോലെ തൊട്ടടുത്തൊരു ബെൽ ബട്ടണും ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് തുടർന്നുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.